വസ്തുവിന്റെ ആധാരം വെച്ച് ലോൺ എടുക്കാൻ ആദ്യം വേണ്ടത് നിങ്ങളുടെ പേരിലുള്ള അസൽ സെയിൽ ഡീഡ് ആണ്. ഇത് സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നുള്ളതാണ്. അടുത്ത എസ് എന്ന എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഇത് വസ്തുവിന് പഴയ കടബാധ്യതകളോ കേസുകളോ ഇല്ലെന്ന് തെളിയിക്കുന്ന പ്രധാന രേഖയാണ്. ഇത് അക്ഷയയിൽ നിന്നും SROയിൽ നിന്നും കിട്ടും. വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, പൊസഷൻ സർട്ടിഫിക്കറ്റ്, സർവേ സ്കെച്ച് ഇവയും ആവശ്യമാണ്. വസ്തുവിന്റെ സ്ഥാനം, സർവേ നമ്പർ എല്ലാം ശരിയാണെന്ന് ബാങ്ക് ഉറപ്പാക്കുന്നു. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഓഫീസിൽ നിന്നും പ്രോപ്പർട്ടി നികുതി രസീത്, ബിൽഡിംഗ് പെർമിറ്റ്, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ വേണം. വീട്ടുള്ളവർക്ക് ഇവ നിർബന്ധമാണ്. കൂടാതെ ഏറ്റവും പുതിയ KSEB അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ബിൽ ബാങ്ക് ചോദിക്കും. ഈ ബിൽ നിങ്ങളുടെ പേരിലാണെങ്കിൽ കൂടുതൽ ശക്തമായ തയ്യാറയാകും. വസ്തുവിന്റെ വില കണക്കാക്കാൻ ബാങ്ക് തന്നെ എംബഡ് എഞ്ചിനീയർ വഴി വാലുവേഷൻ റിപ്പോർട്ട് എടുക്കും. പിന്നീട് ബാങ്ക് അഡ്വക്കേറ്റ് നിങ്ങളുടെ രേഖകളെല്ലാം പരിശോധിച്ച് ലീഗൽ ഒപ്പീനിയൻ നൽകും. ഫൈനാൻസ് ചാനൽ ആയതുകൊണ്ട് ഓർക്കണം, പേപ്പറുകൾ ക്രമമായി തയ്യാറാക്കിയാൽ പ്രോപ്പർട്ടി ലോണിന്റെ പലിശയും പ്രോസസ്സിംഗും വേഗത്തിൽ ഉറപ്പാക്കി സാമ്പത്തിക സുരക്ഷ ശക്തമാക്കാൻ സഹായിക്കും.